മേലിലില്ല, മേലിലില്ല. ചാക്ക് കണക്കിന് പണം തന്നാലും ഈ പണിക്ക് ഞാനില്ല. ഇന്നത്തെ അടി കൂടി കൊണ്ടു കഴിഞ്ഞാ എന്റെ പ്രാണം പോവും. ചതിച്ചത് ഈ തള്ളയ മഹാഭാവി. പഴത്തില് മയക്കുമരുന്ന് വെച്ച് ചതിച്ചത് പുണ്യമായിരുന്നു എന്റെ മോനെ. തണ്ടും തടിയുള്ള ആണുങ്ങളെയും അടിമകളാക്കി വിൽക്കാറുണ്ടില്ലേ? പക്ഷെ നിങ്ങളെ ഇങ്ങനെ തന്നെ നിർത്തുന്നു. സൗകര്യങ്ങളൊക്കെ ഇല്ലേ ആലിഷാഹ? ഒരു വർഷം കഴിഞ്ഞു പോയതറിഞ്ഞില്ല. പ്രജകളൊക്കെ സംതൃപ്തർ. ഗോത്രവർഗക്കാർക്ക് വേണ്ടിയും ചിലത് ചെയ്യാനുണ്ട്. ഒരു മോഹം കൂടി ബാക്കിയുണ്ട്. കുറെ നാളായി ഞാനത് മനസ്സിൽ കൊണ്ടു കിടക്കുന്നു. അവിടുന്ന് കൽപ്പിക്കണം, നമുക്ക് നടപ്പിൽ വരുത്താം. ഇത് കുടുംബകാര്യമാണ്. അടുത്ത അവകാശിയെ പ്രഖ്യാപിക്കണം. പിന്നെ വായന, ഗ്രന്ഥരചന എനിക്ക് സ്വൈരമായിട്ടിരിക്കണം. ഈ ഇടയ്ക്കൽപ്പം ചതുരങ്ങൊക്കെ ആവാം, വേറൊന്നും വയ്യ. എന്റെ ഏകപുത്രിയെയും ഈ രാജ്യത്തെയും ഏൽപ്പിക്കാൻ അർഹതയുള്ള മറ്റൊരാളെ ഇനി അന്വേഷിക്കേണ്ടതില്ല. സമീർ, നീയാണ് എന്റെ അവകാശി. തിരുമേനി, എന്റെ ചില സാഹചര്യങ്ങൾ. വംശം, കുടുംബം, പാരമ്പര്യം ഒന്നും എനിക്ക് അന്വേഷിക്കേണ്ടതില്ല. രാജകുമാരിക്കും അതിൽപരം മറ്റൊരാഗ്രഹമില്ല. കണ്ടപ്പോഴേ അവൾ അനുരാഗ വിവശയായി എന്ന് രാജ്ഞി എന്നോട് പറഞ്ഞു. വിവാഹകാര്യം ഞാൻ സംസാരിക്കാത്തതിൽ അന്തഃപുരം കുറച്ച് അസ്വസ്ഥമാണ്. ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ അത് കലഹം തന്നെയായി മാറും. സ്ത്രീഹൃദയത്തെ പറ്റി ഹത്തീന്തായി പറഞ്ഞ വരികളുണ്ടല്ലോ. മുഹാവിയായി അഭിസംബോധന ചെയ്യുന്ന വരികൾ ഓർമ്മ വരുന്നില്ല. ഏയ്, ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. പോയി കഴിക്ക്. ഇവിടെ ആരും വിശന്നിരിക്കരുതെന്നാണ് വ്യവസ്ഥ. എഴുന്നേക്ക്, കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പനയുണ്ട്. എന്റെ പേര് മൻസൂർ. എന്റെ പിതാവ് കൽബീസ് നഗരത്തിലെ വലിയൊരു വ്യാപാരിയായിരുന്നു. എന്റെ തെറ്റുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ എന്നെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്റെ ബുദ്ധിമോശം കൊണ്ട് അവളെ എനിക്ക് നഷ്ടമായി. മന്ത്രമണൽ വരുത്തട്ടെ.
കുറെയൊക്കെ സത്യമാണെന്ന് തോന്നുന്നു സ്വരം കേട്ടാൽ. എന്റെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ. ഇയാൾക്ക് ആഹാരവും മാറ്റാൻ വസ്ത്രങ്ങളും കൊടുക്കൂ. സത്യം മുഴുവൻ പറയിപ്പിക്കാം. നിങ്ങളിവിടെ എന്തിനു വന്നു? അവളെ വീണ്ടും കണ്ടുമുട്ടുമെന്നൊരു തോന്നൽ. അതുകൊണ്ട് നാടായ നാട് മുഴുവൻ ഞാൻ അലയുന്നു. ആരാണ് അവൾ? എന്നോട് ദയ തോന്നിയ ഒരേ ഒരു മനുഷ്യജീവി. നിങ്ങൾ അന്വേഷിക്കുന്ന പെൺകുട്ടി നിങ്ങളെ മറന്നു വല്ല ധനികന്റെ അന്തപുരത്തിലോ അടിമക്കച്ചവടക്കാരന്റെ താവളത്തിലോ ആണെങ്കിലോ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. തെറ്റ്, എന്ത് തെറ്റ്? നേരിട്ട് കണ്ട് മാപ്പ് പറയണം. എന്നെങ്കിലും അതിനൊരു അവസരം കിട്ടണം. അതൊന്നേ ഉള്ളൂ എന്റെ ആഗ്രഹം.